ഗൈസ് നമ്മുടെ പുതിയ ടാറ്റ ടിയാഗോ EV ആണ് ഇവിടെ കിടക്കുന്നത്. ഏകദേശം കൊമറ്റിൻ്റെ പ്രൈസിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അതായത് 6.99 ലാക്സ് മുതൽ 9.99 ലാക്സ് വരെയാണ് നെക്സ്റ്റ് പ്രൈസ്. പല ബാറ്ററി കൺഫിഗറേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എക്സ്റ്റീരിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് LED ഹെഡ് ലാംപ്സ്, LED DRLs എല്ലാ സാധനങ്ങളും ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. താഴത്ത് ഫോഗ് ലാംപ്സ് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അവരത് എടുത്ത് കളഞ്ഞു. പിന്നെ നമുക്കിവിടെ ബോഡി കളർഡ് ആയിട്ടുള്ളൊരു ഫിനിഷാണ് മൊത്തത്തിൽ അവർ കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഡെലിവറി നടക്കാണ് അവിടെ. ഓക്കെ, സോ ബോഡി കളർ ഫിനിഷ് ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ വരുന്ന, അല്ലാണ്ട് നമ്മുടെ പെട്രോൾ CNG ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് ആയിരിക്കും, ഇവിടെയും ബ്ലാക്ക് ആയിരിക്കും. അത് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ 14 ഇഞ്ച് വീൽസാണ് ഈ വാഹനത്തിൽ കിട്ടുന്ന. നമ്മുടെ നോർമൽ പെട്രോൾ CNG ഒക്കെ ആണെങ്കിൽ 15 ഇഞ്ച് വീൽസ് വരെ അതിനകത്ത് വരുന്നുണ്ട്. അത് ഇലക്ട്രിക് ആയതുകൊണ്ട് എയറോ ക്യാപ്പ് വെച്ച് അവർ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം, റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യാൻ. സൈഡിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. ടാറ്റ TVയുടെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഈ സാധനം, അതായത് മിറേഴ്സ് ഒക്കെ സെയിം ആണ്, പക്ഷേ 360 ഡിഗ്രി ക്യാമറയുടെ ചെറിയൊരു ബൾജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിക്വസ്റ്റ് സെൻസേഴ്സ് വരുന്നുണ്ട്, ഒരു ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ LED ടൈൽ ലാംപ്സ് ആണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. അതിൻ്റെയും ഡിസൈൻ കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. കണക്റ്റഡ് ടൈൽ ലാംപ്സ് ആണ്. ഇത് കത്തില്ല, പക്ഷെ എന്നാലും എല്ലാം കൂടെ വരുമ്പോഴേക്കും ബാക്കിൽ നോക്കുമ്പോൾ വണ്ടി കാണാൻ അത്യാവശ്യം നല്ല ലുക്കിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സെയിം, അതായത് പെട്രോളിൻ്റെ കഥ ബമ്പർ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇവിടെ ക്യാമറയുടെ കട്ടൗട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ എല്ലാ സാധനമുണ്ട്. ഷാർക്ക്ഫിൻ ആൻറ്റിന ഉണ്ട്. നമുക്ക് ബ്ലാക്ക് റൂഫാണ് ഇതിനകത്ത് കിട്ടുന്നത്. സോ എക്സ്റ്റീരിയറിൽ പിന്നെ ഡൈമെൻഷൻസും കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസം ഈ വാഹനത്തിൽ വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ പുതിയ ടിയാഗോയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. 240 ലിറ്റേഴ്സ് ആണ് ക്ലെയിം ചെയ്യുന്ന സ്പേസ്. ഇവിടെ വരെ നമ്മുടെ പാസൽ ട്രേ വരെയുള്ള സ്ഥലം ഇച്ചിരി പൊങ്ങിയാണ് ഇരിക്കുന്നത്, പക്ഷേ കുഴപ്പമില്ല. നമുക്കിപ്പോൾ CNG ഒക്കെ ആണെങ്കിലും അതിൻ്റെ അകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഗൈസ്, നമ്മളങ്ങനെ പുതിയ ടിയാഗോ EVയുടെ ഇൻറ്റീരിയറിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ചേഞ്ചസ് ആയിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് ചേഞ്ച് ഉണ്ട്. അവരൊരു ജനറേഷൻ അപ്ഡേറ്റ് എന്ന് തന്നെയാണ് ഇതിനെ വിളിക്കുന്നത്. ഈവൻ പ്ലാറ്റ്ഫോം ഒക്കെ സെയിം ആണെങ്കിൽ പോലും നമുക്ക് എന്തായാലും സ്റ്റിയറിംഗ് വീല് ഇവിടുത്തെ ഗ്ലോസി സാധനം അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് സാധനമാണ് കിട്ടുന്നത്. പിന്നെ ടാറ്റ TV എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇത് കൊള്ളാം. ഇത് മറ്റതുപോലെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസും കാര്യങ്ങളൊന്നും ആവില്ല. പിന്നെ മൊത്തത്തിൽ ഹോണാണ്, മറ്റതുപോലെ നടുവിൽ ഇവിടെ മാത്രമല്ല, നമുക്ക് എവിടെ അടിച്ചാലും ഹോൺ കിട്ടും. പിന്നെ ക്രൂസ് കൺട്രോൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് ലെതർ റാപ്ഡ് അല്ല, അത് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് ക്ലസ്റ്റർ, ഇത് ഏകദേശം പഴയ ക്ലസ്റ്ററാണ്, പക്ഷേ അവരതിൻ്റെ ആ ലേഔട്ട് മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻഫർമേഷനൊക്കെ കിട്ടുന്നുണ്ട്. ഉണ്ടോ ഈ സാധനം സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഇവിടെ റേഞ്ചും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ മറ്റേ കവറിംഗ് ഒന്നും ഇല്ലാതെയാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ ഈ സ്ക്രീൻ, ഇത് നമുക്ക് നേരത്തെ ടിയാഗോയിൽ ഒരു അപ്ഡേറ്റ് വന്ന സമയത്ത് കിട്ടിയ സെയിം സ്ക്രീൻ തന്നെയാണ്. 10.25 ഇഞ്ചാണ് സൈസ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് മറ്റേ ഇത് TV ഫീച്ചേഴ്സ് എല്ലാം ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ വരുന്നുണ്ട്. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ സ്വിച്ച് ഇതുണ്ടോ. ഈ വണ്ടിയുടെ ക്യാമറ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് എന്നല്ല, ഇൻഫാക്ട് അടുത്ത സെഗ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും വളരെ നല്ല ക്യാമറയാണ്. നല്ല റെസൊല്യൂഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം നമുക്ക് പഞ്ചിലും നെക്സോണിലൊക്കെ കിട്ടുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. സോ അത് കൊള്ളാം. പിന്നെ ഓരോ മോഡ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ കറക്റ്റ് വ്യൂവിൽ കാണാനും പറ്റും. ഇവിടെ നമുക്ക് ചാർജർ റിലീസ് ചെയ്യാനും നമ്മുടെ റീജിയൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസ്, ഹസാർഡിൻ്റെ കൺട്രോൾസ് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓട്ടോ AC കൺട്രോൾ വളരെ നല്ലതാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ ഒരു പ്രോപ്പർ ഫിനിഷിങ്, അതായത് പണ്ടത്തെ അതേ സ്വിച്ച് ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അത് നല്ലൊരു ലേ ഔട്ടിൽ കവർ ചെയ്തിട്ട് ഇത് നമുക്ക് ഇതും ഗ്ലോസി ബ്ലാക്ക് അല്ല, മറ്റേ മാറ്റ് ബ്ലാക്ക് ആണ് മുകളിൽ വരുന്നത്. താഴത്ത് വരുന്ന ഗ്ലോസി ഒരു പിയാനോ ഫിനിഷാണ്. ഞാൻ AC ഓഫ് ചെയ്തേക്കട്ടെ. യെസ്, അല്ലെങ്കിൽ സൗണ്ട് വരും. ഓക്കെ, സോ അതാണ് സംഭവം. താഴത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ 2 ഫോൺ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്കിതിൽ വയർലെസ് ചാർജർ കിട്ടുന്നില്ല. അത് നമ്മുടെ നോർമൽ പെട്രോൾ വണ്ടിയിലാണ് വരുന്നത്. ഇനി ഡാഷ്ബോർഡ് ലേ ഔട്ട് ആസ് സച്ച് അടിപൊളിയാണ് ഇതിൻ്റെ. അതായത് നമുക്ക് ഇവിടെ കണ്ടില്ല, ചെറിയൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ സെഗ്മെൻറ്റിൽ അങ്ങനെ കാണാത്തൊരു സംഭവമാണ്. ഓട്ടോ ഡിമിങ് ARVMs ഇല്ല, നമുക്ക് മാനുവൽ ഡേനറ്റ് ARVMs ആണ്. പക്ഷേ അഗൈൻ അത് വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്കിവിടെ ക്യാബിൻ ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല. സൺറൂഫ് ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല, അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ AC വെൻസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഹാരിയറിൻ്റെ അതേ AC വെൻസ് ആണ്. സോ അത് അഗെയിൻ കൊള്ളാം, അവരത് അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോറിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ്, ഈ പുതിയ ഫാബ്രിക് ഫിനിഷ് ആക്ച്വലി നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഇരിക്കാനൊക്കെ ആണെങ്കിലും അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകൾ എടുത്ത് കളഞ്ഞു ഫ്രണ്ടിൽ നിന്ന്. പക്ഷേ ഈ സീറ്റിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് എക്സ്റ്റൻഡ് ടൈ സപ്പോർട്ട്, മൊത്തത്തിൽ ഇരിക്കാനുള്ള സപ്പോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണിത്. അതാണ് സംഭവം. പിന്നെ നമുക്ക് ഈ സീറ്റ്, ഡ്രൈവർ സീറ്റിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അതായത് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്കിതാണ് നമ്മുടെ മോഡ് വരുന്നത്. ഇപ്പോൾ തിരിക്കുന്നില്ല, വണ്ടി ആക്ച്വലി ഓണാണ്. നമ്മുടെ പഴയ ടിയാഗോയുടെ നെക്സോണിൻ്റെ ഒക്കെ അതേ സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും എൻ്റെ ലൈവ് പ്രിവ്യൂ, ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഫിനിഷും ഒരു മൊത്തത്തിൽ നന്നാക്കിയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഫ്രണ്ട് ആംറസ്റ്റിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ അതും മാറ്റിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ ഓട്ടോ ഡൗൺ ഉണ്ട്, ഓട്ടോ അപ്പില്ല. പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ മിറേഴ്സ് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ് ആൻഡ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ്സ് അവൈലബിൾ ആണ്. എയർ ബാഗിൻ്റെ ഇവിടെ ചെറിയൊരു ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കർട്ടൺ എയർ ബാഗ്സ് അല്ലാണ്ട് അവൈലബിൾ ആണ് ഇതിൽ.
ഇതാണ് ഫ്രണ്ടിലത്തെ ഫീച്ചേഴ്സ്. ഞാനിപ്പോൾ നമ്മുടെ പുതിയ ടിയാഗോ ഇവിയുടെ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. ഇതിൻ്റെയും ഫ്ലോർ ഒരു ഇത്തിരി റേസ്ഡ് ആണ് നോർമലി എല്ലാ ഇലക്ട്രിക് വണ്ടികളിലും പോലെ തന്നെ. ഈ സീറ്റിൻ്റെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, കാലകത്തേക്ക് പോകും. ഇച്ചിരി കൂടെ ഫ്രണ്ടിലേക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാലകത്തേക്ക് പോകും അതിനെ സീറ്റ്. പക്ഷേ ഇതിപ്പം ചെറിയ വണ്ടിയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ AC യൂൺസ് ഒരു പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അഗൈൻ ഇവിടുത്തെ ചാർജിങ് പോയിൻറ്റ്സ് എല്ലാം എടുത്ത് കളഞ്ഞു. കാരണം ഇത് കാണുന്നില്ലല്ലേ, കുഴപ്പമില്ല. ഇവിടെ ടൈപ്പ് സി ചാർജിങ് പോയിൻറ്റ് നമ്മുടെ പെട്രോൾ വണ്ടി ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, ഇതിലില്ല. ഈ സ്വിച്ച് ഗിയർ ഒക്കെ ഇപ്പോഴും അത് തന്നെയാണ്. നമുക്ക് ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് കിട്ടുന്നത്. ഇതുണ്ടോ ഫ്രണ്ടിൽ, പക്ഷേ നമുക്ക് ഡാമ്പ് ഫിനിഷിംഗ് ഉള്ള അതേ സാധനം തന്നെ ഒരു കൊടുത്തിട്ടുണ്ട്. ബാക്കിലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നില്ല. നമുക്കിവിടെ സെൻറ്റർ ആംറസ്റ്റും ബാക്കിൽ വരുന്നില്ല. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ഒക്കെ ഡെഫിനറ്റ്ലി കൊടുത്തിട്ടുണ്ട്. റിയർ സീറ്റ് എക്സ്പീരിയൻസ് സോ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഫ്രണ്ട് ഡാഷ്ബോർഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടിയാണെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ തോന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ബാറ്ററി പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ വേറെ വ്യത്യാസം വന്നിട്ടില്ല. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 19.2 kWh ബാറ്ററി പാക്കും 24 kWh ബാറ്ററി പാക്കും തന്നെയാണ് ഇതിനകത്തും കിട്ടുന്നത്. പവർ ഫിഗേഴ്സും സെയിം തന്നെയാണ്, അതായത് 62 ഹോഴ്സ് പവറിനടുത്തും അതുപോലെ 75 ഹോഴ്സ് പവറിനടുത്താണ് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ക്ലെയിംഡ് റേഞ്ച് വരുന്ന ലോ റേഞ്ച്, അതായത് മീഡിയം റേഞ്ച് മോഡലാണെങ്കിൽ 150 to 160 കിലോമീറ്റേഴ്സിനടുത്തും, ലോങ് റേഞ്ച് മോഡലാണെങ്കിൽ ഏകദേശം 205 മുതൽ 215 കിലോമീറ്റേഴ്സ് ആണ്. ഇതെല്ലാം C75 ഡാറ്റ അനുസരിച്ചുള്ള റേഞ്ച് ആണ് കേട്ടോ, നമ്മുടെ മറ്റേ ഡാറ്റ അല്ല. അത് പിന്നെ ARAയുടെ ക്ലെയിംഡ് റേഞ്ച് ആണല്ലോ, അത് നമുക്ക് അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഏകദേശം ഈ വണ്ടിക്ക് റിയൽ ലൈഫിൽ കിട്ടാൻ പോകുന്ന ഒരു റേഞ്ച് ആയിരിക്കും. ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രൈസും സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ ആഡ് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് അതൊന്ന് കമ്പയർ ചെയ്യാവുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ബേസ് മോഡൽ അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ്, നടുവിൽ വരുന്ന വേരിയന്റ് എടുക്കാതിരിക്കുന്നതായിരിക്കും കമ്പാരിറ്റീവ്ലി നല്ലത്. കാരണം നമുക്ക് ടോപ്പ് വേരിയന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 10.8 lakhs 10.9 lakhs അടുത്ത് ഓൺ റോഡ് പ്രൈസും വരുന്നുണ്ട്. എക്സ്റ്റോൺ പ്രൈസ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഏറ്റവും ബേസ് മോഡൽ ആണെങ്കിൽ നമുക്ക് ലോ റേഞ്ച്, അതായത് മീഡിയം റേഞ്ച് ആണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. പക്ഷേ എന്നാലും 6.99 lakhs എന്ന് പറയുമ്പോൾ ഓൺ റോഡ് 8 ലക്ഷം രൂപയ്ക്കും താഴെ കിട്ടും. ആ പ്രൈസിൽ വേറെ നല്ല ഇലക്ട്രിക് വണ്ടി നിങ്ങൾക്ക് ഇത്രയും സൈസുള്ള അത്യാവശ്യം സ്പേസ് ഉള്ള ഫീച്ചേഴ്സ് കുറച്ച് കോംപ്രമൈസ് ആണ് ബേസ് മോഡൽ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും 150 കിലോമീറ്റർ ഒക്കെ സിറ്റി കൂടെ ഓടാൻ ബെസ്റ്റ് വണ്ടി തന്നെയാണത്. അതേസമയം ഇതിൻ്റെ പ്യുവർ പ്ലസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബേസ് മോഡൽ ഇപ്പോൾ 19.2 ആണെങ്കിൽ തന്നെ അതിൽ നിന്ന് പിന്നെ മുകളിലേക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ആ 1.5 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസിന് മാത്രമുള്ള ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് എക്സ്ട്രാ കിട്ടുന്നില്ല. ഇനി 24 kWh എടുക്കുകയാണെങ്കിൽ ഓൾറെഡി 9.5 lakhs ആണ് പ്യുവർ പ്ലസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ടോപ്പിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ജസ്റ്റ് 9.99 lakhs, അതായത് 50,000 രൂപ വ്യത്യാസമുള്ളൂ. ആ 50,000 രൂപയ്ക്ക് നമുക്ക് പ്യുവർ പ്ലസിൽ കിട്ടുന്നതിലും ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ജസ്റ്റ് 50,000 എക്സ്ട്രാ കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്യുവർ പ്ലസ് എനിക്ക് അത്ര നല്ലൊരു വാല്യൂ പ്രപ്പോസിഷനായിട്ട് തോന്നാൻ തരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 19.2 തന്നെ എടുക്കണം, ബേസ് മോഡലിൽ അത്രയും ഫീച്ചേഴ്സ് കുറവ് പറ്റില്ല. പിന്നെ പുറത്തുനിന്ന് പണിയെടുക്കുകയാണെങ്കിൽ വാറണ്ടി ഡെഫിനറ്റ്ലി പോകും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വയർ കട്ടിംഗ് ഒന്നും ഇല്ലാതെ, ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് അതും കൂടെ നോക്കേണ്ടി വരും. സോ വയർ കട്ടിംഗ് ഇല്ലാതെ നമ്മൾ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേയിലാണ് എന്ന് ഉറപ്പിച്ച് തന്നെ ഇതിൻ്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ബേസ് മോഡലിൽ ഇത് പണിയുന്നത് തന്നെയാണ് നല്ലത്. അല്ല എങ്കിൽ മാത്രം പ്യുവർ പ്ലസ് നോക്കുക. അത് 19.2 ആണെങ്കിൽ മാത്രം. 24 എടുക്കുകയാണെങ്കിൽ 100% 50,000 രൂപ എക്സ്ട്രാ ഇട്ടിട്ട് ക്രിയേറ്റീവ് എടുക്കാൻ തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ടിയാഗോ ഇവിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾ കണ്ടു. എന്താണ് ഇതിൻ്റെ അഭിപ്രായം എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീട്ടിൽ കാണാം. ബൈ.